ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എഴുത്തുകാർക്ക് ഇടതുപക്ഷമായിരിക്കാനേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. എഴുത്തുകാരന് എല്ലാവർക്കും നന്നായിട്ട് കാണുന്നതിലേ മോഹം ഉണ്ടാവുള്ളൂ. സമത്വ സുന്ദരമായ ഒരു ഭൂമി, ലോകം, സമൂഹം സ്വപ്നം കാണാത്ത ഒരാളും ഒരു എഴുത്തുകാരനാവില്ല, ആയിട്ടുണ്ടായിട്ടുമില്ല. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിന്. ലെഫ്റ്റ് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് പോളിറ്റിക്സ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. സെക്ടേറിയനാണ് അത്. എൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാ? ആരുടെ ഗവൺമെൻറ്റാണ്? നിങ്ങൾക്ക് എന്നെക്കുറിച്ചോ ഞങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നല്ലേ പറയണം. ആരാണ് നിങ്ങൾ, ആരാണ് ഞങ്ങൾ? ഇനിയൊക്കെ പോട്ടെ, ഭരിച്ച് ജയിച്ചു വന്നാലും ആ ജയിച്ച ആൾ എല്ലാവരുടെയും ആളാണെന്നൊരു ധാരണയുണ്ടോ? അതില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ നാട്ടിൽ ഈ റിസർവേഷൻ ഒരു പോളിസി കൊണ്ടുവന്നില്ലേ? അന്യ നാട്ടിലൊക്കെ ഇപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ ഈ ആഫ്രിക്കയിലൊക്കെ പോയി ആൾക്കാരെ കയറിട്ട് കെട്ടി പൂട്ടി വഞ്ചിയിൽ വലിച്ചു കയറ്റിയിട്ട് അവരെ കൊണ്ട് തന്നെ തണ്ടി വെച്ച് വലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അടിമകളാക്കി കച്ചവടം ചെയ്ത നാട്ടിൽ അവർക്ക് ഫ്രീഡം കൊടുത്തു. അടിമകൾക്ക് എന്താ കൊടുത്തത്? ഫ്രീഡം കൊടുത്തപ്പോൾ റിസർവേഷൻ കൊടുത്തുവോ? റിസർവേഷൻ കൊടുത്തു അവർക്ക് കൊടുത്തത് ഈക്വാലിറ്റിയാണോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ 1,000 സമുദായങ്ങൾക്ക് ജാതി പേര് വെച്ചിട്ട് അവർക്ക് റിസർവേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ജാതി ഈ പേഴ്സണൽ റെക്കോർഡിൽ ആചന്ദ്ര സൂര്യം ഇംപ്രിൻ്റഡായി. ഇറ്റ് വിൽ നെവർ ഗോ. അത്രയും പാർട്ടികളുമായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാർട്ടികൾ വരുമ്പോൾ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ 2 മെയിൻ കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഈർക്കിൾ പാർട്ടി ഉണ്ടല്ലോ, സ്പ്ലിൻഡർ പാർട്ടി. ദാറ്റ് വിൽ ബി ദി ഡിറ്റർമിനിങ് ഫാക്ടർ. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതായി എന്നർത്ഥം. അതുവരെ ആയിട്ടുണ്ട്. റിസർവേഷൻ എന്ന് പറയുന്നത് അൺഡെമോക്രാറ്റിക് ആണെന്നാണോ? എന്തിനാ റിസർവേഷൻ? നാട്ടിൽ ആർക്കാണോ ദാരിദ്ര്യമുള്ളത്, ആർക്കാണോ ഏറ്റവും കാലങ്ങളെ ജനറേഷൻസ് ആയിട്ട് സഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരിക? അവരെ മറ്റുള്ള കമ്മ്യൂണിറ്റികളോട് വെറുപ്പുള്ളവരാക്കുകയാണോ വേണ്ടത്? അവസരങ്ങൾ കൂടുതൽ നൽകുക. എന്താ ചെയ്യേണ്ടത്? അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലാത്തവൻ്റെ കാര്യം അന്വേഷിച്ച് അവന് വേണ്ടത് ചെയ്ത് കൊടുക്കണം. നെവർ ഗിവ് എ പ്രയോറിറ്റി പ്ലേസ്മെൻറ്റ് ഓൺ എ ബ്ലാങ്ക് ബേസിസ്. ഓരോ കമ്മ്യൂണിറ്റിയിലും ഒരു അപ്ലിഫ്റ്റഡ് കമ്മ്യൂണിറ്റി വേറെ ഉണ്ടായിരിക്കണം. ഒരു ക്ലാസ് ഉണ്ടാകും. ഏറെക്കുറെ ശരിയുമാണ്. അതുകൊണ്ടൊക്കെ മറ്റുള്ളവരുടെ ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എനിക്കറിയാം, വലിയ 5-6 പേരൊക്കെ ഏതെങ്കിലും യൂണിയൊക്കെ പിടിച്ച് അവരുടെ മക്കളെ ജോലിക്ക് കയറ്റി വേറെ ആരും കയറാണ്ടിരിക്കാൻ നോക്കി കൊണ്ട് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ ആർ സ്റ്റിൽ ലോവർ കാസ്റ്റ് പീപ്പിൾ. സ്കൂൾ പോകണില്ല, പഠിക്കുന്നില്ല, ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യരുടെ കണക്കെടുത്തിട്ട്, അവരുടെ വരുമാനത്തിൻ്റെ കണക്കെടുത്തിട്ട്, അവരുടെ ഇല്ലായ്മയുടെ കണക്കെടുത്തിട്ട്, ഇല്ലാത്തവരെ ആരാണെന്ന് വെച്ചാൽ അവരെ ഉള്ളവരാക്കി കൊണ്ടുവരാൻ കാശ് കൊടുക്കണം. എക്കണോമിക് എക്സൻസ് കൊടുത്തിട്ട് അവരെ പഠിക്കാൻ പറഞ്ഞ് അയക്കണം. കൊടുത്തോളൂ, പ്രശ്നമില്ല. അല്ല, അതാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഈ ജന്മ സർട്ടിഫിക്കറ്റിനകത്ത് കൊണ്ടുപോയിട്ട് ജാതി എഴുതി വെച്ചിട്ട് ഈ റിസർവേഷൻ കാരണം ഇവിടെ ഡിസർവിംഗ് ആയിട്ടുള്ളവർക്ക് അവസരം കിട്ടില്ലെന്നും അതുകൊണ്ട് അവർ വിദേശത്ത് പോയി. അതല്ല പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിസർവേഷൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെയുള്ള കൺസെഷൻ കൊടുക്കുമ്പോൾ ടാലൻറ്റിനെ നമുക്ക് കിട്ടില്ല. അത് പുറത്ത് പോകണോ അകത്ത് വരണോ എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ആ ടാലൻറ്റിൻ്റെ ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയെ നാടിൻ്റെ അപ്ലിഫ്റ്റിന് വേണ്ടി കിട്ടുന്നില്ല. റിസർവേഷൻ ബ്രെയിൻ ഡ്രെയിൻ കാരണമാവുന്നുണ്ടെന്ന് നിങ്ങളുടെ ഒരു ജാതി വെച്ചിട്ട് നിങ്ങൾക്ക് 33% കിട്ടിയാൽ മതി, 93% കിട്ടിയ ആൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ നീതി? വാട്ട് ഈസ് ജസ്റ്റിസ് ഓഫ് ടാലന്റിനെ ഐഡന്റിഫൈ എന്തോ ആയിക്കൂടെ? ഇപ്പോൾ എനിക്ക് റിസർവേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വരുന്ന ജീവിത സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. റിസർവേഷൻ ഉള്ള മറ്റൊരാൾക്കുള്ള ജീവിത സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ടാലന്റിനെ ഐഡന്റിഫൈ ഈ ജാതി എന്നൊരു സംഗതി അല്ലെങ്കിൽ കാസ്റ്റ് എന്നൊരു സംഗതി വെച്ചിട്ട് അപ്ലിഫ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേന്ത്യയിൽ പോയി നോക്കൂ, ഈ പറയുന്ന നോർത്ത് ഇന്ത്യ പോയി നോക്കൂ. അപ്ലിഫ്റ്റഡ് കാസ്റ്റ് ഏതാണ്, സഫറിങ് കാസ്റ്റ് ഏതാണ് നോക്കൂ. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ ആരാണ് അപ്ലിഫ്റ്റഡ് കാസ്റ്റ്, ആരാണ് അൺഅപ്ലിഫ്റ്റഡ് കാസ്റ്റ്? ഒരു സർവേ നടത്തി നോക്കാൻ ധൈര്യമുണ്ടോ ഇൻകം വൈസ്? ഇപ്പോഴും അമ്പലത്തിൽ പോയാൽ ഈ പോകുന്ന ആൾ
അവിടെ പൂജിക്കുന്ന ആൾ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ അയാൾ കൈ കാണിക്കുമോ? ഇപ്പോഴും ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അതൊരു ഗ്രാജുവൽ പ്രോസസ് അല്ലേ ഈ സോഷ്യൽ മൈൻഡ് സെറ്റ്? അത് നേരെ മറിച്ചാണെങ്കിൽ ഈ പ്രോസസ്സ് വന്നിരുന്നില്ല. ഒരു 50 വർഷം മുന്നെയാണ് കേരളത്തിലെ ആൾക്കാർ കുഴികുത്തി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത് ജന്മിയുടെ വീട്ടില്. അതിൽ നിന്ന് മാറി വരാനായിട്ട് സ്വാഭാവികമായിട്ട് അവർക്കൊരു അല്ല, അത് മാറി വരണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ലല്ലോ. മാറി വരണം. പക്ഷെ അതിപ്പോൾ മാറി വരുന്നില്ല, നടക്കുന്നില്ല. അത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓരോ കാസ്റ്റിനകത്ത് ഉണ്ടായിരിക്കുകയാണ്. ദേ മോണോപ്പൊളൈസ് ദി എൻറ്റയർ പോസിബിലിറ്റി ഓഫ് ഒരു നല്ല ഈ പറയുന്ന പോലെയുള്ള ഒരു കോച്ചിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെങ്കിൽ ആർക്കാ കഴിയുക? കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന ബാക്ക്വേർഡും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകാത്ത ബാക്ക്വേർഡും കൂടി ആർക്കാ കിട്ടുക? നമുക്ക് ഈ സിറ്റുവേഷൻ, സമുദായത്തിലുള്ള അവസ്ഥ സ്റ്റഡി ചെയ്യാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇതുവരെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ നാട്ടിലുള്ള എൻ്റെ പഞ്ചായത്തിൽ വന്നിട്ട് ഓരോ ഹൗസ് ഹോൾഡിലും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഏതെങ്കിലും ഒരു ഓഫീസുണ്ടോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടോ? അങ്ങനെ ഒരാൾ നടക്കുകയാണെങ്കിൽ അയാൾക്ക് അറിയാമല്ലോ ഏതൊക്കെ വീട്ടിൽ ആർക്കൊക്കെയാണ് പട്ടിണി, ആർക്കൊക്കെയാണ് കഴിവുള്ളത്, ആർക്കൊക്കെയാണ് ഇല്ലാത്തത്. എന്തെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരന് ഔതൻറ്റിക്കായിട്ട് റെക്കോർഡുണ്ടോ? ഇല്ല 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 ഇല്ല. എൻ്റെ നാട്ടിലെ പലർക്കും ഇപ്പോഴും ഈ പറയുന്ന ആളുകൾക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ കാസ്റ്റ് ഓർ സ്ട്രാറ്റ, അവരിൽ പലർക്കും റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, ഐഡൻറ്റിറ്റി കാർഡില്ല, വോട്ടില്ല, ഒന്നുമില്ല. ഏത് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും ഇത്തരം സെക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ്. അത് ഏത് ഗവൺമെൻറ് ഭരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഗവൺമെൻറ്റൊക്കെ ഒരു പാർട്ടിയുടെ ഗവൺമെൻറ് ആകുമ്പോൾ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് അവിടുത്തെ ഒരു പ്രത്യേക തുപ്രങ്കോട് പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിലെ ആളുകൾക്ക് അവിടെ ഉള്ളവർക്ക് അറിയാം ആരാണ് ഇല്ലാത്തത്, ആരാണ് ഉള്ളത് എന്ന്. അവിടെ സഹായം വേണ്ടത് ആരാണെന്ന് അവർക്കറിയാം. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ നല്ല ബോധപൂർവമായ ഒരു കൈകടത്തൽ കൂടി ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണത്തിനകത്തുകൂടെ അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും യഥാർത്ഥ സ്ഥിതി അറിഞ്ഞ് പരിഹരിക്കാനും വളർത്തിക്കൊണ്ടുവരാനുള്ള മാർഗം ഉണ്ടാക്കാൻ സാധിക്കും. അതന്നെ പറയുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന പോക്ക് പോയാൽ എത്ര കാലം കൊണ്ട് ഈ പറയുന്ന കാര്യം നടക്കുന്നതാണ് താങ്കളുടെ വിചാരം? സാർ പറയുന്നത് റിസർവേഷൻ ഈസ് നോട്ട് എ സൊല്യൂഷൻ. അല്ല, സൊല്യൂഷനല്ല. സൊല്യൂഷൻ അതില്ലാതെ മാത്രമല്ല, അതിപ്പോൾ പൊളിറ്റിക്കലായിട്ട്, കൾച്ചറലായിട്ട്, സോഷ്യോളജിക്കലായിട്ടൊക്കെ നമ്മളെ ആകെ നാശമാക്കിയിരിക്കുന്നു. അതെ, ഈ റൈവൽറി വളരെ കൂടിയിരിക്കുന്നു, ഇന്റർ കാസ്റ്റ് റൈവൽറി. അത് കൂടാനുള്ള പ്രധാന കാരണം ഈ റിസർവേഷനാണ്.